ഹലോ ഹായ്, ഇത് ഹോളിയുടെ തലേ ദിവസമാണ്. ഹോളിക്ക ദഹൻ ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങളെ ബിൽഡിങ്ങിൻ്റെ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഓരോ ബിൽഡിങ്ങിൽ വെച്ച് ഹോളിക്ക ദഹൻ്റെ മുന്നേ പൂജ ചെയ്യുന്ന ഓരോ ബിൽഡിങ്ങുകാർ പൂജ ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലാണിത് ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളത്. അപ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇങ്ങനെ പൂജ ചെയ്ത് ദേവിക്ക് പ്രസാദം കൊടുത്ത് എന്നിട്ട് ഒരു 9:30 ആകുമ്പോഴാണ് ഇതിനെ കത്തിക്കുക. കത്തിച്ച് പിന്നെ പിറ്റേത്ത് അപ്പോഴാണ് ഹോളി ആരംഭിക്കുന്നത്. എല്ലാവർക്കും കളറ് തേക്കാൻ തുടങ്ങുന്നത്. കളറ് തേച്ച് പിറ്റേത്തെ ദിവസം രാവിലെ തൊട്ടിട്ട് ഹോളി ആരംഭിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അതിന് ശേഷമാണ് കളറെല്ലാവർക്കും തേക്കാൻ തുടങ്ങുന്നത്. ഹോളിയുടെ തലേ ദിവസം ഇത് ഓരോരോ ബിൽഡിങ്ങിൻ്റെ ഞങ്ങളിത് പല പല സ്ഥലങ്ങളിൽ നിന്ന് ചെറിയൊരു ചുറ്റൽ കറങ്ങി കണ്ടുകൊണ്ടിരിക്കുക ഓരോ സ്ഥലങ്ങളിൽ ചെയ്തത്. അപ്പം ഇത് ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തുള്ളതാണ്. ഇവരെല്ലാം എല്ലാം റെഡിയാക്കി ഇത് ഒരു 10:30-11 മണിയാകുമ്പോൾ ഇത് കത്തിക്കാൻ തുടങ്ങും. കത്തിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു 10:30 ഇത് 11 അങ്ങനെ ഇതിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ കത്തിക്കാൻ തുടങ്ങും. ഇത് ഇവിടെ കത്തിക്കാൻ തുടങ്ങി. ഇത് കത്തിച്ച് കഴിഞ്ഞ് ഇത് വകയാക്കിയതായിരിക്കും. ഇനി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് ചായം തേക്കാൻ തുടങ്ങും. നല്ലോണം ഇത് ഫുൾ കത്തി വരും. ഇത് മുകളിൽ അടിയിൽ കരിമ്പിൻ്റെ ഒരു തണ്ടുണ്ടാവും. ബാക്കി ഉള്ളിൽ മരങ്ങളും പുല്ല് വൈക്കോലും വെച്ചിട്ടാണ് കത്തിക്കുന്നത്. പ്രസാദങ്ങളെല്ലാം കത്തിക്കും. തേങ്ങയും ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കും. തേങ്ങ അത് കരിയുന്ന മുന്നേ മാറ്റി വെച്ചിട്ട് അത് പ്രസാദമായിട്ട് കൊടുക്കുകയും ചെയ്യും. ഇനിയിപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചായം തേക്കാനുള്ളത്. ചായം തേച്ച് ഹോളി ദഹൻ കഴിഞ്ഞാൽ ഹോളി ഇപ്പോൾ അവസാനിക്കും. ഈ ചായം തേച്ചോടുകൂടി ഇങ്ങനെ ഈ തലേ ദിവസത്തെയാണ്. പിറ്റേ ദിവസം തൊട്ട് ഹോളിയുടെ ചിലരിങ്ങനെ ഇങ്ങനെ തിക്ക മാത്രം വരച്ചു കൊടുക്കുക. അച്ഛൻ്റെ മുഖത്തും തലയിലും എല്ലാം തേച്ചു കൊടുക്കും.